ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 6-ാം അധ്യായത്തിലെ ക്വസ്റ്റ്യൻസ്. ഗിദെയോൻ പ്രതിപാദ്യ വിഷയം അധ്യായം 6. ഇസ്രായേൽ ജനം കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്തപ്പോൾ കർത്താവ് ആരെയാണ് ഏൽപ്പിച്ചത്? മിദ്യാൻകാരെ. കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? 7 വർഷം. മിദ്യാൻകാരെ മറന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിലേക്ക് നിർമ്മിച്ചത് എന്ത്? മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ ആരാണ് ആക്രമിക്കുന്നത്? മിദ്യാനും അമലേക്കരും പൗരസ്ത്യരും. ഇസ്രായേലിനെതിരായി താവളം അടിച്ചവർ എവിടെയുള്ള വിളവാണ് നശിപ്പിച്ചത്? ഗാസയുടെ പരിസര പ്രദേശം വരെയുള്ള വിളവ്. ഇസ്രായേലിലെ ജീവസന്ധാരണത്തിന് ശേഷിക്കാതിരുന്നത് ആടോ മാടോ കഴുതയോ? ഡാഷ് നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. മിദ്യാൻ നിമിത്തം. കർത്താവ് ഇസ്രായേൽ ജനത്തെ എവിടെ നിന്നാണ് ഇറക്കി കൊണ്ടുവന്നത്? ഈജിപ്തിൽ നിന്ന്, ദാസ്യഭവനത്തിൽ നിന്ന്. ആരുടെ കയ്യിൽ നിന്നാണ് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചത്? ഈജിപ്തുകാരുടെയും പീഡകരുടെയും. ആരെ വന്ദിക്കരുതെന്നാണ് ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറഞ്ഞത്? അമോര്യരുടെ ദേവന്മാരുടെ. യോവാഷിൻ്റെ വംശം അബിയസർ. കർത്താവിൻ്റെ ദൂതൻ എവിടെയാണ് വന്നിരുന്നത്? ഒഫ്രാമിൽ യോവാഷിൻ്റെ ഓക്കുമരത്തിന് കീഴിൽ. യോവാഷിൻ്റെ പുത്രൻ്റെ പേര് ഗിദെയോൻ. മിദ്യാൻകാർ കാണാതിരിക്കാൻ ഗിദെയോൻ എന്തു ചെയ്യുകയായിരുന്നു? മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ടത് പറഞ്ഞത് എന്ത്? ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. പ്രഭോ, കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ആരാണ് ചോദിച്ചത്? ഗിദെയോൻ. മനാസയുടെ ഗോത്രത്തിലെ ഏറ്റവും ദുർബലമായ വംശം ഏത്? ഗിദെയോൻ്റെ വംശം. ഒറ്റയാളെന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. ആരോട് പറഞ്ഞു? കർത്താവ് ഗിദെയോനോട്. എഫ 45 ലിറ്റർ. ഇറച്ചിയും പുളിപ്പുമില്ലാത്ത അപ്പവും പാറമേൽ വയ്ക്കുക. ആരാണ് പറഞ്ഞത്? ദൈവദൂതൻ. ആരാണ് വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടത്? കർത്താവിൻ്റെ ദൂതൻ. ഗിദെയോൻ കർത്താവിന് പണിത ബലിപീഠത്തിനിട്ട പേര് യാഹ്വേ ഷാലോം. യാഹ്വേ ഷാലോം എന്നർത്ഥം കർത്താവ് സമാധാനം. യാഹ്വേ ഷാലോം ബലിപീഠം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അബിയേസർ വംശജരുടെ ഓഫ്രായിൽ. ആ രാത്രി കർത്താവ് ഗിദെയോനോട് കൽപ്പിച്ചതെന്ത്? നിന്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക. ഇടിച്ചു നിരത്തേണ്ടത് ബലിപീഠം, ബാലിൻ്റെ യാഗപീഠം. വെട്ടിവീഴ്ത്തേണ്ടത് അശേര പ്രതിഷ്ഠ. വെട്ടിവീഴ്ത്തിയ അശേര പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് രണ്ടാമത്തെ കാളയെ ദഹനബലി അർപ്പിക്കുക. ഗിദെയോൻ വേലക്കാരിൽ എത്ര പേരെ കുട്ടിയാണ് പോയത്? 10 പേരെ. നിന്റെ മകൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചു, അക്ഷേരയെ വെട്ടിവീഴ്ത്തി. ആരോട് പറഞ്ഞു? പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു. നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ? ആരാണിത് ചോദിച്ചത്? യോവാഷ്. ആർക്കാണ് ജെറുബൽ എന്ന പേര് ലഭിച്ചത്? ഗിദെയോൻ. ജെറുബൽ എന്ന വാക്കിനർത്ഥം ബാൽ തന്നെ മത്സരിക്കട്ടെ, അവനെതിരെ മത്സരിക്കട്ടെ. ജസ്രൽ താഴ്വരയിൽ താവളമടിച്ചവർ ആരല്ല? മിദ്യാൻ, അമലേക്കർ, പൗരസ്ത്യർ. കർത്താവിൻ്റെ ആത്മാവ് ആരിലാണ് ആവസിച്ചത്? ഗിദെയോൻ. ഗിദെയോനെ പിന്തുടരാൻ ആരെയാണ് ആഹ്വാനം ചെയ്തത്? അബിയേസർ വംശജരെ. മനാസെ ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആരെയാണ് അയച്ചത്? സന്ദേശവാഹകരെ. ഏതെല്ലാം ഗോത്രങ്ങളിലേക്കാണ് സന്ദേശവാഹകരെ അയച്ചത്? ലൂൺ, നഫ്താലി. ഗിദെയോൻ കളത്തിൽ വിരിച്ചത് ആട്ടിൻരോമം കൊണ്ടുള്ള വസ്ത്രം. ഗിദെയോൻ കൈകൊണ്ട് ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാം? ആട്ടിൻരോമം കൊണ്ടുള്ള വസ്ത്രം നനഞ്ഞിരിക്കും, മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കും, കള മുഴുവൻ ഉണങ്ങിയിരിക്കും. രണ്ടാമത് പരീക്ഷിച്ചപ്പോൾ ആട്ടിൻരോമം കൊണ്ടുള്ള വസ്ത്രം ഉണങ്ങിയിരിക്കും, കള മുഴുവൻ മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കും. 2 പ്രാവശ്യം പരീക്ഷണം നടത്തി. 5-ഉം 6-ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നന്നായി പഠിക്കുക.